നമസ്കാരം. വടക്കൻ പറവൂരിൽ വട്ടിപ്പലിശക്കാരായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഭാര്യയുടെയും ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശക്കാർക്കെതിരെ യുവതിയുടെ ഭർത്താവ്. താൻ അറിയാതെയാണ് ആശ പണമിടപാട് നടത്തിയത് എന്നാണ് ഭർത്താവ് ബെന്നി മാധ്യമങ്ങളോട് പറഞ്ഞത്. ആശയുടെ പണമിടപാടിനെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. കൈഞ്ഞരമ്പ് മുറിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് പണം വാങ്ങിയ വിവരം അറിയുന്നത് എന്നും ബെന്നി പറഞ്ഞു. എന്തിനാണ് ആശ പണം കടം വാങ്ങിയത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ട്. കോട്ടുവള്ളി സ്വദേശി ആശ ബെന്നിയാണ് കഴിഞ്ഞ ദിവസം പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ഭീഷണിയെ തുടർന്നാണ് ജീവനൊടുക്കുന്നത് എന്ന കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. 2 വർഷം മുൻപ് വാങ്ങിയ 10 ലക്ഷം രൂപ പലിശ സഹിതം 24 ലക്ഷം രൂപ മടക്കി നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണിയെന്ന കുറിപ്പിൽ പറയുന്നുണ്ട്. മുതലിൻ്റെ 3 ഇരട്ടി വരെ മടക്കി നൽകിയിട്ടും പ്രദീപ് കുമാറും കുടുംബവും ഭീഷണി തുടർന്നു എന്നാണ് ആശയുടെ കുടുംബത്തിൻ്റെ ആരോപണം. വട്ടിപ്പലിശക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കി, നിങ്ങളെയും മക്കളെയും ജീവിക്കാൻ അനുവദിക്കില്ല, 10 ലക്ഷവും അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയും നൽകിയിരുന്നു. സ്റ്റേഷനിൽ നിന്നും വരുന്ന വഴിയാണ് സംഭവം അറിയുന്നത്. പ്രശ്നമുണ്ടാക്കല്ലേ എന്ന് കരുതി അല്പം കഴിഞ്ഞാണ് വീട്ടിലെത്തിയതെന്നും ആശയുടെ ഭർത്താവ് പറയുന്നു. സ്റ്റേഷനിലും പിന്നീട് വീട്ടിലെത്തിയും ഭീഷണി മുഴക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ആശയുടെ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ ചാടി ആശ ജീവനൊടുക്കിയത്. അയൽവാസിയായ റിട്ടയർഡ് പോലീസുകാരൻ്റെ ഭാര്യയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് ആശ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയും അയൽവാസിയുമായ ബിന്ദു അമിത പലിശ ഈടാക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതിൽ മനം നൊന്താണ് ആത്മഹത്യ എന്ന് സൂചിപ്പിക്കുന്നതാണ് കണ്ടെത്തിയ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പകരമായി 30 ലക്ഷത്തോളം രൂപ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടു. ബിന്ദുവും ഭർത്താവ് പ്രദീപും ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. പറവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും ബിന്ദുവിൽ നിന്നും ഭർത്താവിൽ നിന്നും ഭീഷണി ഉണ്ടായിട്ടും പോലീസ് ഇടപെട്ടിട്ടില്ല എന്നും ആക്ഷേപം ഉയരുകയാണ്. ഭീഷണിയെക്കുറിച്ച് ആശ ആലുവ റൂറൽ SP-ക്ക് കഴിഞ്ഞ ദിവസം പരാതിയും നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെ പറവൂർ പോലീസ് ഇരു കൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെ പലിശക്കാർ രാത്രി വീണ്ടും ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു. ഇതിൽ മനം നൊന്താണ് ആശ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത്. 2022-ലാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിൽ നിന്ന് ആശ പലിശയ്ക്ക് പണം വാങ്ങുന്നത്. പലതവണയായി തുക മുഴുവൻ തിരികെ നൽകിയതായും പറയുന്നുണ്ട്. എന്നാൽ കൂടുതൽ തുക നൽകാനുണ്ട് എന്നും എത്രയും വേഗം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനടക്കം ആശയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. 4 ദിവസം മുൻപ് കൈഞ്ഞരമ്പ് മുറിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ആശ. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇരുകൂട്ടരെയും SP ഓഫീസിൽ വിളിച്ചു വരുത്തി ചർച്ചകളും നടത്തിയിരുന്നു. ഇനി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തരുത് എന്നും തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുൻ ഉദ്യോഗസ്ഥന് പോലീസ് മുന്നറിയിപ്പും നൽകിയതാണ്. വൈകുന്നേരം 3 മണിക്കാണ് ആശയുടെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആശയുടെ കുടുംബം.